നല്ല നിമിഷങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ശക്തമായ ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ നിമിഷങ്ങളിൽ കർത്താവിനോടും കർത്താവിൻ്റെ വചനത്തോടും ചേർന്ന് ഈ പ്രഭാതത്തിൽ കർത്താവ് എന്നെ നിർത്തിയതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. അതിശക്തമായ ഒരു പ്രാരംഭ സന്ദേശം അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസൻ വിജയകുമാർ പാസ്റ്ററിലൂടെ കേൾക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. അതിനോട് ചേർന്ന് പരിശുദ്ധാത്മാവാത്മനിയോഗത്തിൽ എൻ്റെ പ്രാർത്ഥനാ റൂമിൽ കർത്താവ് എന്നോട് സംസാരിച്ച ദൈവശബ്ദത്തെ ദൈവമക്കൾക്ക് കൈമാറുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ദൈവശബ്ദം ഒരു പ്രവചന ശബ്ദമായി ഈ ഓഡിറ്റോറിയത്തിൽ മാത്രമല്ല, ഈ സ്റ്റുഡിയോ കോംപ്ലക്സിനകത്ത് മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പവർ വിഷനോടുള്ള ബന്ധത്തിൽ പവർ വിഷൻ ഫാമിലിയായി വചനത്തിൻ്റെ ചുറ്റാകെയായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഈ ഉപവാസപ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ നൽകിയ ദൈവിക സന്ദേശം യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യത്തിൽ മറിയ ഇങ്ങനെ പറയുന്നുണ്ട്: കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഈ ദൈവിക സന്ദേശത്തോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവസാന്നിധ്യത്തിൽ കോറിയിട്ട 1-2 ദൈവിക ചിന്തകളാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, നീ എൻ്റെ ഭവനത്തിലുണ്ടായിരുന്നെങ്കിൽ, നീ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കത്തില്ലായിരുന്നു. അപ്പം സാന്നിധ്യം നഷ്ടപ്പെട്ടത് കൊണ്ടാ, ദൈവിക പ്രസൻസ് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ, അല്ലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചെന്നൊരു ചിന്ത തൻ്റെ ഉള്ളിലേക്ക് വരുവാനിടയായി തീർന്നു. തിരുവചനത്തിൽ ഏറ്റവും പ്രസംഗിക്കാൻ പാടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവസന്ദേശം കൈമാറാൻ പാടെന്ന് പറയുന്നത്, എപ്പോഴും ആവർത്തിച്ച് കേൾക്കുന്ന തിരുവചന ഭാഗത്തിൽ നിന്നൊരു സന്ദേശം പറയുക എന്നുള്ളതാണ്. ഇപ്പം മാർത്ത, മറിയ, ബെഥാന്യ, യേശുക്രിസ്തു എന്ന് പറഞ്ഞപ്പോഴത്തേന് എൻ്റെ മുൻപാകെ ആയിരിക്കുന്ന ദൈവമക്കളുടെ ഉള്ളിലേക്ക് 100 കണക്കിന് ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറി വരുവാനിടയായി. എന്നാൽ അതെല്ലാം അവിടെ നിർത്തിക്കൊണ്ട് ഈ നിമിഷങ്ങളിൽ കർത്താവിന് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കേട്ട സന്ദേശമായിരിക്കാം, നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗമായിരിക്കാം. എന്നാൽ ഈ നിമിഷങ്ങളിൽ കർത്താവിന് നമ്മളോട് ഇറങ്ങി ഇടപെടുവാൻ ഈ സന്ദേശത്തിനകത്തൊരാഗ്രഹമുണ്ട്. നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ, വാഹനത്തിൽ, ജീവിത സാഹചര്യത്തിൽ, ആ രാജ്യത്തിൽ കർത്താവേ എന്നോട് സംസാരിക്കണമേ, എൻ്റെ മേലേക്ക് ആ സ്വർഗം ഒന്ന് തുറക്കണമേ, അടുത്ത ഒരു ആത്മമണ്ഡലം എൻ്റെ മേൽ തുറന്നു തരണമേ എന്ന് പറയുമ്പോൾ നീ ഇരിക്കുന്ന നിമിഷങ്ങളിൽ തന്നെ നിൻ്റെ മേലൊരു അസാധാരണ സാന്നിധ്യത്തെ നൽകി. അടുത്ത നിമിഷം എങ്ങനെ മുന്നോട്ട് വെക്കും, അടുത്ത ദിവസം ആ വിഷയത്തെ ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കും, വരുന്ന ദിവസം ആ വ്യക്തി വന്ന് എന്നോട് ചോദിക്കുമ്പോൾ, അല്ല എൻ്റെ കുഞ്ഞ് തന്നെ എന്നോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി തരുവാൻ എൻ്റെ കയ്യിൽ ഇല്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ, നീ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ദൈവകൃപയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതിനൊരു മറുപടി ദൈവം തന്നിരിക്കും. എന്നെങ്കിലുമല്ല കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, എന്നെങ്കിലുമല്ല ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നത്. വചനത്തിന്റെ മുൻപാകെ ആയിരിക്കുന്ന ദൈവമക്കളോട് പ്രവചിച്ചു പറയട്ടെ, നിന്റെ സീസണെ തിരിക്കത്തക്കവണ്ണ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ശക്തമായ ഒരു ആത്മമണ്ഡലം ഇറങ്ങി നിൽപ്പുണ്ട്. സാഹചര്യങ്ങൾ വിഷയമല്ല. യെരിഹോവിലേക്ക് എന്റെ തമ്പുരാൻ വന്നപ്പോ ആ യെരിഹോവിന്റെ ചരിത്രത്തെ മാറ്റത്തക്ക രീതിയിൽ, അന്തരീക്ഷത്തെ മാറ്റത്തക്ക രീതിയിൽ ദൈവ പ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ എൻ്റെ കുടുംബം ഇന്നതാ, എൻ്റെ സാഹചര്യം ഇന്നതാ, എൻ്റെ തലമുറ ഇന്നതാ, ഇത് പരിഹരിക്കാൻ ഒക്കുമോ, ഇത് മാറുമോ എന്ന് ചിന്തിക്കുമ്പോ ആത്മനിയോഗത്തിൽ എൻ്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തെ നിന്നെ തൊട്ടൊരു ദൂത് പറയട്ടെ, നമ്മുടെ ദൈവത്തിന് അസാധ്യമൊന്നുമില്ല. ഞങ്ങൾക്ക് ദൈവദാസന്മാർക്ക് പരിധിയുണ്ട്, പരിമിതികളുണ്ട്. എന്നാൽ പരിമിതിയും ഇല്ലാതെ പ്രവർത്തിക്കുന്നവൻ നമ്മുടെ ദൈവമാണ്. യേശു കർത്താവിൻ്റെ 3.5 വർഷത്തെ ശുശ്രൂഷയിൽ അനേക ഉദ്ധാനങ്ങൾ കർത്താവ് ചെയ്തു കാണും. എന്നാൽ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവമക്കൾക്കറിയാം. ഒരുവനെ വഴിയരികിൽ നിന്ന് ഉയർപ്പിക്കുക, ഒരു കുഞ്ഞിനെ ഒരു ഭവനത്തിൽ നിന്ന് ഉയർപ്പിക്കുക,
ഇതാ മൂന്നാമത്, ഒരു യൗവനക്കാരനെ കല്ലറയ്ക്കകത്തുനിന്ന് ഉയർപ്പിക്കുക. അതിൽ നിന്ന് തന്നെ നമുക്ക് ബോധ്യമാകുമല്ലോ, നിന്റെ വിഷയം വഴിത്തരിക്കലാണെങ്കിലും, നിന്റെ വിഷയം വീട്ടിലാണെങ്കിലും, നിന്റെ വിഷയം കല്ലറയ്ക്കകത്താണെങ്കിലും ഉടബ ഒരു വ്യാഖ്യാനങ്ങളും വേണ്ട. ഉടബ ശതനാദിയ. ഇന്ന് പകൽ ഒരു പോയിന്റ് കേൾക്കാൻ നിങ്ങൾ നിൽക്കണ്ട, ഒരു പ്രസംഗം കേൾക്കാൻ നിൽക്കണ്ട. വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തിനനുസരിച്ച് ഒന്ന് പ്രതികരിച്ചാട്ടെ അസാധാരണ അഭിഷേകത്തെ. ശക്തമായ രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ, ബന്ധന കെട്ടുകൾ അഴിയട്ടെ, ഭവനത്തെ നാളുകളായി തളച്ചിട്ടേക്കുന്ന ദുഷ്ടന്റെ വെല്ലുവിളികൾ ഇന്നു പകൽ ഉടയട്ടെ. രക്തത്താല ജയം, രക്തത്താല ജയം, രക്തത്താല ജയം. ഇന്ന് പകൽ ഒരുപക്ഷെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ചിലർ പറയുന്നുണ്ടായിരിക്കും, എന്റെ കുഞ്ഞുങ്ങൾ വഴിത്തലയ്ക്കല ദൈവദാസനെ. ഓ ദൈവമക്കളെ, എന്റെ കുഞ്ഞുങ്ങൾ വഴിത്തലയ്ക്കൽ നശിച്ചു കൊണ്ടിരിക്കുക. ഇന്ന് പകൽ ഒരു ദൂത് പറയട്ടെ, നിനക്ക് തൊടാൻ കഴിയത്തില്ല, വചനം സംസാരിക്കുന്ന എനിക്ക് തൊടാൻ കഴിയത്തില്ല. എന്നാൽ ആദർശ മണ്ഡലങ്ങൾ നമുക്ക് വേണ്ടി വെളിപ്പെട്ട് നിൽക്കുന്ന ഒരു ദൈവകരമുണ്ട്. അവൻ വഴിത്തലയ്ക്കൽ വെച്ച് നശിക്കുക. ആരെങ്കിലും പ്രാപിക്കുകയല്ല, ഈ സന്ദേശം കേൾക്കുന്ന സകല ദൈവമക്കളും തിരികെ പിടിക്കാൻ പോവാ, തിരികെ പിടിക്കാൻ പോവാ. വഴിത്തലയ്ക്കൽ നശിച്ചെന്ന് പറയുന്ന ചില വിഷയങ്ങളെ പരിശുദ്ധാത്മാവ് നിന്നെ തൊട്ട് പ്രവചിക്കുക, പരിശുദ്ധാത്മാവ് നിന്നെ തൊട്ടിടപെടുക. വഴിത്തലയ്ക്കൽ നശിപ്പിക്കുമെന്ന് ശത്രു അജണ്ടയിട്ട് മുദ്ര കുത്തിയ ചില വിഷയങ്ങളെ എന്റെ ദൈവം തിരികെ പിടിക്കാൻ പോവാ. നമ്മുടെ കർത്താവ് തിരികെ പിടിക്കാൻ പോവാ. ചില വിഷയങ്ങൾ വഴിത്തലയ്ക്കലാണെങ്കിൽ ചിലത് കുടുംബത്തിനകത്താ. കുടുംബത്തിനകത്ത് നീറി ഒടുങ്ങുന്ന ചിലരുണ്ട്. കുടുംബത്തിനകത്ത് നീറി ഒടുങ്ങുമെന്ന് ശത്രു എഴുതി വച്ച ചിലരുണ്ട്. പക്ഷെ ഉപവാസ പ്രാർത്ഥനയില് നിന്റെ ഭവനത്തിലോട്ട് വന്ന് ദൈവത്തിന്റെ ദൂതൻ സംസാരിക്കുക, ദൈവത്തിന്റെ ശബ്ദം സംസാരിക്കുക. ഭവനത്തിന്റെ 4 ചുവരില് ഒതുങ്ങുമെന്ന് ശത്രു വെല്ലുവിളിക്കുമ്പോ ഞാനിവിടെ നിൽക്കുമ്പോ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം തന്റെ ദൂതന്മാരുമായി ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവം തന്റെ ദൂതന്മാരുമായി അവൻ ചില ദൂതന്മാരെ കാഴ്ചക്കാരാക്കുവാനല്ല ഇറക്കി വന്നിരിക്കുന്നത്, നിന്റെ ഭവനത്തിലേക്ക് അയക്കുവാനാ. ഇന്ന് പകൽ പറ, എന്റെ ഭവനത്തിൽ ദൈവം അയച്ച ഒരു ദൂതൻ വരും. ഇന്നലകളിൽ ചിന്തിക്കാത്ത പ്രതിസന്ധികൾ കയറി വന്നു. ഇന്നലകൾ ചിന്തിക്കാത്ത തകർച്ചകൾ കയറി വന്നു. ഇന്നലകൾ ചിന്തിക്കാത്ത വേർപാടുകൾ നിന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കാതെ വന്നു. എന്നാൽ ഈ പ്രഭാതത്തിൽ നീ ക്ഷണിക്കുമ്പോ ഒരു ദൂതനെ കർത്താവ് നിന്റെ ഭവനത്തിലേക്ക് അയക്കാൻ പോവാ. നീ പോലും ചിന്തിക്കാതെ, നീ പോലും ചിന്തിക്കാതെ തകർച്ചകൾ വിതയ്ക്കുക, പരാജയങ്ങൾ വിതയ്ക്കുക, കരിയാത്ത മുറിവുകൾ ഇടുക. ഇന്നലകളിൽ ക്ഷണിക്കാത്ത അതിഥികളായി പൈശാചിക മണ്ഡലങ്ങൾ നിന്റെ ഭവനത്തിനകത്ത് വന്നെങ്കിൽ ഇന്ന് പകല് ക്ഷണിക്കാതല്ല, ദൈവം അയച്ച ഒരു ദൂത്, ദൈവം അയച്ച ഒരു ദൂത് ദൈവമക്കളെ നമുക്ക് വേണ്ടി നമ്മുടെ ഭവനത്തിലേക്ക് വരികയാ. ജീവിത സാഹചര്യങ്ങളെ മാറ്റിവെച്ച്, ജീവിതത്തിന്റെ തിരക്കേറിയ നിമിഷങ്ങളെ മാറ്റിവെച്ച് നീ ദൈവസന്നിധി മുട്ടുമടക്കിയിരിക്കുമ്പോ, നീ ദൈവത്തിന്റെ മുൻപാകെ ആയിരിക്കുമ്പോ അവൻ ആർക്കും കടക്കാരനല്ല, അവൻ ആർക്കും കടക്കാരനല്ല. ഞാൻ എപ്പോഴും എൻ്റെ സന്ദേശത്തെ പറയുന്ന ഒരു കാര്യം, ആവർത്തനമെന്ന് തോന്നിയാലും നിങ്ങൾ വിചാരപ്പെടരുത്. കഴിഞ്ഞ ചൊവ്വാഴ്ച പകലില് അല്ലെ കഴിഞ്ഞ ബുധനാഴ്ച പകലില് നാം പ്രാർത്ഥിച്ചതും കരഞ്ഞതും നമ്മൾ മറന്നു, നമ്മുടെ കണ്ണുനീരൊഴുക്കിയത് നമ്മൾ മറന്നു. എന്നാ മറക്കാത്തൊരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട് കേട്ടോ. കഴിഞ്ഞ ഉപവാസത്തിൽ നമ്മൾ ദൈവത്തിന്റെ സന്നിധി നെടുമ്പാട് വീണ് നിലവിളിച്ച ചില വിഷയങ്ങൾ നമ്മൾ മറന്നുപോയി. എന്നാൽ ദൈവം സെക്കരിയാവിനോട് പറയുക, സെക്കരിയാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയാ
മറുപടിയായി സെഖരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഈ ഉപവാസത്തിൽ തൊട്ടു പറയുക, എന്നെങ്കിലും അല്ല മറുപടി ഈ ആഴ്ച തന്നെ, ഈ ദിവസങ്ങളിൽ തന്നെ ഈ കല്ലാർ ഉരുട്ടി മാറ്റുമെന്ന് ചിന്തിക്കുന്ന വിഷയങ്ങളുടെ മേലോ അഭിഷേകത്തിന്റെ തീയ, ദൈവശക്തിയുടെ തീയ പിടിച്ചു നിർത്താൻ കഴിയാത്തതുപോലെ ഒരു ആത്മമണ്ഡലം വെളിപ്പെടുക. പിടിച്ചു നിർത്താൻ കഴിയാത്തിടത്തോളം ഒരു ദൈവശക്തി വെളിപ്പെടുക. ഒരുപക്ഷെ അടുത്ത റൂമിൽ കേൾക്കാത്തതുപോലെ നെടുവീർപ്പെട്ടുകൊണ്ട് കരച്ചിലും നിലവിളിയും മോറവിളിയും ആരും കേൾക്കണ്ടെന്ന് പറഞ്ഞ് ഒരു റൂമിനകത്ത് നീ നീറിയിരിക്കുമ്പോ ഇന്നു പകൽ ദൈവാത്മാവ് പറയുക, വഴി സൈഡിൽ മാത്രമല്ല, വഴിത്തലയ്ക്കൽ മാത്രമല്ല, ഭവനത്തിനകത്തേക്ക് വരാനോ എന്റെ ദൈവത്തിന് കഴിയോ? ഭവനത്തിനകത്തെ ചില വിഷയങ്ങളെ കർത്താവ് കൈകാര്യം ചെയ്യുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തീർന്നില്ല, മരിച്ചു. സ്വന്തം സഹോദരി തന്നെ പറയുക, നാറ്റം വന്നെന്ന്. ഷുഡബഹത്തന, അത്രേ ഉള്ളൂ ലോകം കേട്ടോ. ഇന്നലെ വരെ സ്വന്തം സഹോദരനായി കൂടെ നിർത്തിയ സഹോദരി ഇന്ന് പറയുക, നാറ്റമായി പോയി. നീ വിശ്വസിക്കുന്ന, നീ സ്നേഹിക്കുന്ന, നിന്റെ കൂടെ എന്നും കാണുമെന്നൊക്കെ പറയുന്നവര് ഇച്ചിരി കഴിയുമ്പോൾ പറയും, നാറ്റം പിടിച്ചു, ഇനി ഒരു സാധ്യതയുമില്ല. നമുക്ക് കഴിവുള്ളപ്പോ, നമുക്ക് ആരോഗ്യമുള്ളപ്പോ, നമ്മുടെ പേഴ്സിൽ പണമുള്ളപ്പോ ലോകത്തിന് നമുക്ക് വേണം. ഒന്നുകൂടെ ആ ദൂതനെ ഞാൻ കടത്തി പറയാം, ലോകക്കാർക്ക് മാത്രമല്ല നമ്മുടെ കുടുംബക്കാർക്കും നമ്മളെ മതി. മനസ്സിലാവുന്നോ? നമുക്ക് നല്ല ആരോഗ്യമുള്ളപ്പോൾ, എബിപ്പാസൊക്കെ നല്ല ആരോഗ്യമുള്ളപ്പോ, ശുശ്രൂഷിക്കാൻ തൊണ്ടയുള്ളപ്പോ, പേഴ്സിൽ പണമുള്ളപ്പോ, ഇന്ന് ഞാൻ ചിന്തിക്കുന്നവർ എൻ്റെ കൂടെ നിൽക്കൂ. എന്നാലും ഞാനൊന്ന് കിടന്നു പോകട്ടെ. ഈ ദൂത് നിന്റെ അകത്തേക്ക് കയറണം. നീ ആർക്കു വേണ്ടിയാ ഓടുന്നത്? നീ ആർക്കു വേണ്ടിയായി വിപ്രാളം പെടുന്നത്? ഇന്നു പകല് നമുക്ക് ദൈവമേ ഉള്ളൂ. വെള്ളപ്പൊക്കം നമ്മളെ പഠിപ്പിച്ച പാഠം എന്താ? കോവിഡ് നമ്മളെ പഠിപ്പിച്ച പാഠം എന്താ? മനുഷ്യന് പരിമിതിയുണ്ട്. മനുഷ്യൻ എത്താൻ വരുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതിനപ്പുറത്തോട്ട് അവനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇന്നു പകൽ നന്ദിയുള്ള ഒരു ഹൃദയത്തോടെ നമുക്ക് ദൈവസന്നിധിയിലിരിക്കാൻ കഴിയത്തുള്ളൂ. ഈ വെള്ളം എന്നെ മുക്കുമെന്ന് ചിന്തിച്ച സ്ഥാനത്ത് വെള്ളത്തിലൂടെ ഞാൻ പോയി, എന്നാൽ വെള്ളം എന്നെ മുക്കിയില്ല. ഈ തീ എന്നെ ദഹിപ്പിക്കുമെന്ന് ചിന്തിച്ച സ്ഥാനത്ത് തീയിലൂടെ ഞാൻ പോയി, തീ എന്നെ ദഹിപ്പിച്ചില്ല. ദൈവമക്കളെ, നമ്മളെ ബലപ്പെടുത്താൻ ഒരു മോട്ടിവേഷൻ സ്പീക്കറിന്റെ സ്പീച്ച് വേണ്ട. ഇന്നലകളിൽ ദൈവം നമ്മളെ നടത്തിയ വിധങ്ങൾ ഓർത്താ, ഇന്നലെ നമ്മുടെ കുടുംബത്തെ കൊണ്ടുവന്ന വഴികൾ ഓർത്താ, മോനെ, മോളെ, സഹോദര, പിതാവേ, മാതാവേ, അഭിഷക്തന്മാരെ, ഇന്നലകളിൽ ദൈവം നമ്മളെ കൊണ്ടുവന്ന വഴികൾ ഓർത്താ, ഇന്ന് നമ്മളെ ബലപ്പെടുത്താൻ ആരുമില്ലെങ്കിലും നമ്മുടെ ജീവിതാനുഭവം വിളിച്ചു പറയൂ, എനിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മളോട് തന്നെ പറഞ്ഞാട്ട്, നമ്മളെ ബലപ്പെടുത്താൻ ആരുമില്ലെങ്കിലും നെഞ്ചത്ത് കൈവച്ചു പറ, എനിക്കൊരു ദൈവമുണ്ട്. അവൻ ജീവനുള്ള ദൈവമാ. എന്റെ കുഞ്ഞുങ്ങൾ മാറിയെന്ന് വരൂ, എന്റെ ഭർത്താവ് മാറിയെന്ന് വരൂ, എന്റെ ഭാര്യ മാറിയെന്ന് വരൂ, എന്റെ മാതാപിതാക്കന്മാർ മാറിയെന്ന് വരൂ. ഒരു എളിയ കർത്തൃദാസൻ എന്നവണ്ണം എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ പറയട്ടെ, ദൈവത്തെ കൂടുതൽ നമ്മൾ എന്തിനെ ആശ്രയിച്ചാലും അതിനെ ദൈവം സീറോയാക്കും. എത്ര ദൈവമക്കൾക്ക് മനസ്സിലാകുന്നു? അത് നമ്മുടെ ജോലിയാകട്ടെ, അത് നമ്മുടെ വരുമാന മാർഗങ്ങളാകട്ടെ, ദൈവത്തെ കൂടുതൽ അതിലേക്ക് നമ്മുടെ ട്രസ്റ്റ് പോയി കഴിഞ്ഞാലുണ്ടല്ലോ, അത് ദൈവം സീറോയാക്കും. ആ കൊമ്പുകളെ ദൈവം ഉടച്ചു കളയൂ. ആരെങ്കിലും ജീവിത മണ്ഡലങ്ങളിൽ ചില വഴികൾ അടഞ്ഞു ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ചില വിഷയങ്ങളിൽ വേദനിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ തൊട്ടൊരു ദൂത് പറയാ, കർത്താവിന് നിങ്ങളുടെ കണ്ണുകൾ ദൈവത്തിലേക്ക് വരണം.
കർത്താവിന് നിങ്ങളുടെ ഹൃദയം ദൈവത്തിലേക്ക് വരണം. തന്റെ മഹത്വം അവൻ ആർക്കും കൊടുക്കത്തില്ല. തന്റെ മഹത്വം അവൻ ആർക്കും കൊടുക്കത്തില്ല. ഓ റിബാല സതര ജിരിയാദര, ഈ ഉപവാസ പ്രാർത്ഥനയിൽ എനിക്ക് എന്റെ ദൈവത്തിലേക്ക് എന്റെ കണ്ടുപോകുന്നെന്ന്. ഓ ശബാല ഹന്ദരാജ, അന്തരീക്ഷം സ്ട്രോങ് ആയിട്ടുണ്ട് കേട്ടോ. അന്തരീക്ഷം അഭിഷേകത്തിൽ തിക്കായിട്ടുണ്ട്. ഓ നിങ്ങൾ വന്ന നിമിഷം പോലല്ല. ഉടബ ലഗസിയ, അന്തരീക്ഷത്തിൽ തിക്കായി നിൽക്കുന്ന ദൈവത്തിന്റെ ഗ്ലോറി ഞാൻ അറിയുന്നുണ്ട്. നിങ്ങൾ നാവ് തുറന്ന് പ്രതികരിച്ചു തുടങ്ങിക്കോ. നിങ്ങൾ നാവ് തുറന്ന് ദൈവത്തോട് ഹല്ലേലൂയ സംസാരിച്ചു തുടങ്ങിക്കോ. ഈ നിമിഷങ്ങളിൽ തന്നെ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ വെളിപ്പെടുക. ഈ സന്ദേശം എവിടെ കൊണ്ട് നിർത്താമെന്ന് എനിക്കറിയത്തില്ല, എവിടെ കൊണ്ടെത്തുമെന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, പരിശുദ്ധാത്മാവ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്ന തൊട്ട് അവൻ സാന്നിധ്യം ഏറ്റെടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ ഇരുന്ന് ദൈവത്തോട് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, നീ എന്റെ കൂടെ ഒന്ന് നിൽക്കണേ, നീ എന്റെ കൂടെ ഒന്ന് നിൽക്കണേ. ഓ റിബാല ശതരബൗഡ, എനിക്ക് ഉറപ്പുണ്ട് നൂറുകണക്കിന് സാക്ഷ്യങ്ങൾ ഈ നിമിഷങ്ങളിൽ ദൈവം ഉളവാക്കിക്കൊണ്ടിരിക്കുക. സഹോദരി പോലും പറയുക അടുക്കണ്ടാന്ന്, സഹോദരി പോലും പറയുക അടുക്കണ്ടാന്ന്. ഞാനൊരു ദൂത് പറയാ. ഓ അന്യർത്ഥക്കാരല്ല അകറ്റുന്നത്, ചേർന്ന് നിൽക്കുന്നവർ. ഓ ചിലടത്തോട്ട് നീ അടുക്കാൻ തടസ്സമായി നിൽക്കുമ്പോൾ മനസ്സിലായിക്കോണം, മാർത്തയുടെ വാക്കുകൾ യേശുവിനൊരു തടസ്സമല്ല. ദൂത് എത്ര പേർക്ക് മനസ്സിലാകുന്നു? മാർത്തയുടെ വാക്കുകൾ എന്റെ യേശുവിനൊരു വിഷയമല്ല. ഓ നിന്റെ കുടുംബക്കാരുടെ വാക്ക് യേശുവിന് വിഷയമല്ല. ഓ നിന്റെ ശത്രുക്കളുടെ വാക്ക് യേശുവിന് വിഷയമല്ല. നിങ്ങളുടെ പാസ്റ്ററെയോ നിങ്ങളുടെ ലീഡേഴ്സിന്റെയോ വാക്ക് യേശുവിന് വിഷയമല്ല. ദൈവദാസനെ, അവരാ തടസ്സം. അവരെന്ത് ചെയ്താ അനുവദിക്കത്തില്ല. എന്തു ചെയ്താ ഒരു നന്മ എൻ്റെ വീട്ടിലോട്ട് വരാൻ അനുവദിക്കത്തില്ല. എൻ്റെ കുഞ്ഞൊന്ന് ഗതി പിടിക്കാൻ അവർ അനുവദിക്കത്തില്ല. എങ്ങനെയൊക്കെയോ അറിഞ്ഞവർ തടസ്സങ്ങൾ ഇടുന്നു. ഇന്ന് പകലൊരു ദൂത് പറയാം. മാർത്ത പറഞ്ഞിട്ടും കർത്താവിൻ്റെ നടപ്പിൻ്റെ വേഗത കുറഞ്ഞില്ല. എന്റെ കർത്താവിന്റെ നടപ്പിന്റെ വേഗത കുറഞ്ഞില്ല. ഇന്ന് പകൽ വേഗത കുറയുകയല്ല, വേഗത കൂടുക, വേഗത കൂടുക. എത്ര ദൈവമക്കൾ ഹൃദയത്തിനകത്ത് തിരിച്ചറിയുന്നുണ്ട്, എന്റെ അടുത്തേക്ക് വരുന്ന ദൈവപ്രവൃത്തിയുടെ വേഗത വർദ്ധിക്കുന്നു, എന്റെ അടുത്തേക്ക് വരുന്ന ദൈവപ്രവൃത്തിയുടെ വേഗത വർദ്ധിക്കുന്നു. പ്രവചനാത്മാവേ, ഞാൻ ഈ ദൂതിനെ റിലീസ് ചെയ്യുക. സമയത്തെ തെറ്റിക്കുന്ന, സമയത്തെ വൈകിപ്പിക്കുന്ന പരമോന്യ ശക്തികളെ, അതിന്റെ പിറകിൽ നിൽക്കുന്ന വ്യാപാരങ്ങളെ ഇന്ന് പകൽ സഭ ഒന്നിച്ച് അതിന്മേൽ ജയമെടുക്കുക. ജീസസ് മറ്റേ സംഭവങ്ങളൊക്കെ പെട്ടെന്ന് കാര്യം ചെയ്തെങ്കിൽ ഇതല്പം വൈകി. പക്ഷേ വൈകിയെങ്കിലും കർത്താവിൻ്റെ ഉള്ളിൽ അഭിഷേകമുണ്ട്, കർത്താവിൻ്റെ ഉള്ളിൽ അഭിഷേകമുണ്ട്. ഇന്നു പകൽ പരിശുദ്ധാത്മാവ് കരയുന്ന മാതാവിനെ തൊട്ട് ദൂത് പറയുക. ശരിയാ, വൈകിട്ടുണ്ട് കേട്ടോ, വൈകിട്ടുണ്ട്. പക്ഷെ തമ്പുരാൻ മാതാവേ, അച്ചായ ദൈവം പറയുക, എന്നാലും എൻ്റെ ചങ്കിനകത്ത് അതുണ്ട്, എൻ്റെ ഹൃദയത്തിനകത്തതുണ്ട്. ഓ എൻ്റെ ഹൃദയത്തിനകത്തതുണ്ട്. ആ ദൂതനെ എത്ര പേർക്ക് സ്വീകരിക്കാൻ കഴിയുന്നു? എൻ്റെ ഹൃദയത്തിനകത്തതുണ്ട്. ദൈവം നിന്റെ കാതി വന്ന് പറയുക, എൻ്റെ ഹൃദയത്തിനകത്തതുണ്ട്. അതുകൊണ്ട് ഭാരപ്പെടേണ്ട കാര്യമില്ല ദൈവമക്കളെ. അപ്പം 3 വ്യത്യസ്ത മേഖലകളിലാ കർത്താവ് 3 പേരെ ഉയർപ്പിച്ചത്. അതിലെ 3-ാമത്തെ ഭാഗമാണ് നമ്മൾ വായിച്ച വേദഭാഗത്തോട് ആസ്പദീകരിച്ചുള്ള സംഭവം. എന്നെ തൊട്ട് ഒരു ചിന്തയുടെ അറിയാമെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ട് പോട്ടെ. ബെഥാന്യ എന്ന പട്ടണത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ, അല്ലെ ആ ഗ്രാമത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓടി വരുന്ന പേരുകൾ അവിടുത്തെ ഏറ്റവും മില്യണറിൻ്റെ പേരല്ല, ഏറ്റവും പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയുടെ പേരല്ല, ഏറ്റവും വിദ്യാഭ്യാസം നേടിയ വ്യക്തിയുടെ പേരല്ല. പിന്നെ യേശുവിനെ കൈക്കൊണ്ട ലാസർ, യേശുവിനെ ഭവനത്തിലേക്ക് സ്വീകരിച്ച മാർത്ത,
യേശുവിൻ്റെ കാൽക്കലിരുന്ന മറിയ. എത്ര പേർക്ക് ദൂത് മനസ്സിലായി? ഒരു ദേശത്ത് എൻ്റെ അപ്പച്ചൻ നോക്കുന്നത് മിടുക്കന്മാരെ അല്ല, പണക്കാരെ അല്ല, കഴിവുള്ളവരെ അല്ല, സമ്പന്നരെ അല്ല. തനിക്ക് വേണ്ടി വാതിൽ തുറക്കുന്ന, തനിക്ക് വേണ്ടി ഹൃദയം തുറക്കുന്ന ചിലരൊരു പക്ഷേ നിങ്ങൾ ദൈവസന്നിധിയിരിക്കുമ്പോൾ നിങ്ങളോട് ചോദിക്കും, ഈ സമയത്ത് വേറെ കാര്യം ചെയ്തില്ലേ? ഈ സമയത്ത് വേറെ പണിക്ക് പോകത്തില്ലേ? എന്താ ഈ മെനക്കേട്? പക്ഷേ നിനക്കുള്ളിൻ്റെ ഉള്ളിലറിയാ, അവർ മുടക്കുന്നതിനെക്കാട്ട് വാല്യുബിൾ ടൈമാ ഞാൻ എൻ്റെ ദൈവത്തിന് കൊടുക്കുന്നത്. ഇത് വാല്യുബിൾ ടൈമാ, ഇത് വാല്യുബിൾ ടൈമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രു ചിലപ്പോഴൊക്കെ ചെവി വന്ന് പറയും, 7, 21, 3 ഒക്കെ ഇരുന്ന് നിന്റെ സമയം കളയരുതെന്ന്. ഈ സമയം വെറുതെയാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് തിരിച്ച് നമ്മളോട് പറയുന്ന കാര്യം ഏറ്റവും വാല്യുബിൾ സമയമാ. ഞാൻ 3 ഇരുന്നതും 7 ഇരുന്നതും 20 ഇരുന്നതും നമ്മൾ മറന്നുപോകും. പക്ഷേ മറക്കാത്തൊരു ദൈവമുണ്ട് കേട്ടോ. അവൻ്റെ സന്നിധിയിൽ ഒരു പുസ്തകമുണ്ട്, അവൻ്റെ സന്നിധിയിൽ ഒരു പുസ്തകമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരിടത്ത് പ്രസംഗിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഉപകാരം ചെയ്തത് രാജാവ് മറന്നു, താൻ ചെയ്ത കാര്യം കുറെ നാൾ കഴിഞ്ഞപ്പോൾ മൊർദെഖായി മറന്നു. പക്ഷെ ദൈവം മറന്നില്ല. ഒരു രാത്രിയിൽ രാജാവിൻ്റെ ഉറക്കത്തെ ദൈവം നഷ്ടപ്പെടുത്തി. എത്ര പേർ വിശ്വസിക്കുന്നു? നമ്മൾ മറന്നാലും മറക്കാത്തൊരു ദൈവം. നമ്മൾ മറന്നാലും മറക്കാത്തൊരു ദൈവം. നിരാശയുടെ മൂടുപടങ്ങളെ കീറി എറിയണം കേട്ടോ. നിരാശയുടെ മൂടുപടങ്ങളെ കീറി ഇറങ്ങണം. എന്നിട്ട് പുറത്തു വന്ന് തേജസ്സോടൊന്ന് നിൽക്കണം. നീ തല ഉയർത്തി ചിരിക്കുന്നത് തന്നെ ശത്രുവിനൊരു വെല്ലുവിളിയാ. ദൈവമക്കൾ തല ഉയർത്തി നടക്കുന്നത് തന്നെ ശത്രുവിനൊരു വെല്ലുവിളിയാ. ദൈവദാസന്മാരെ, നിങ്ങളെ തകർക്കുമെന്ന് പറഞ്ഞെടുത്ത് നിങ്ങൾ നേരെ ഒന്ന് നിൽക്കുന്നത് നമ്മൾ ഉമ്മം കുരുക്കുമെന്നും നമ്മൾ തകർന്നു തരിപ്പണമാകുമെന്നും ഈ ദേശത്തൊന്ന് പറഞ്ഞു പോകുമെന്ന് പറയുമ്പോൾ തന്നെ നീ നേരെ ആ ദേശത്തൊന്ന് നടക്കുമ്പോൾ, ദൈവം തന്ന വാഹനത്തിലൊന്ന് നടക്കുമ്പോൾ, ദൈവം തന്ന വീട്ടിലൊന്ന് പാർക്കുമ്പോ, അത് ശത്രുവിനേൽക്കുന്ന വലിയ അടിയാ. അത് ശത്രുവിനേൽക്കുന്ന വലിയ അടിയാ. ഞാൻ എപ്പോഴും പറയും, തലകുനിഞ്ഞു പോകല്ലേ, തലകുനിഞ്ഞു പോകരുത്. അപ്പൊ ശത്രു സന്തോഷിക്കും. 100 വിഷയങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിലും തല ഉയർത്തണം. നമ്മുടെ മുഖത്തൊരു ചിരി ഉണ്ടാകണം. ചിരുടമേല ചിരിയുടെ അഭിഷേകത്തെ ദൈവം മടക്കി തരിക. ചിരുടമേല സന്തോഷത്തിന്റെ അഭിഷേകത്തെ, ചിരുടമേല ആനന്ദത്തിന്റെ അഭിഷേകത്തെ, നഷ്ടപ്പെട്ടു പോയ ചിരി. എന്റെ പ്രസംഗത്തിന്റെ കോണ്ടസ്റ്റിലല്ല ഞാൻ നിൽക്കുന്നത്. പക്ഷെ കർത്താവ് പ്രവചിക്കാൻ എന്നോട് പറയുക, ഈ തലമുറയുടെ ഒരു പ്രവാചകനായിട്ട് ദൈവം എന്നെ അഭിഷേകം ചെയ്തത്. ഒരാശയം പറയാനല്ല ഞാനിവിടെ നിൽക്കുന്നത്, ഒരു പ്രസംഗം തീർക്കാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. ദൈവത്തിന്റെ ദൂത് നിങ്ങൾക്ക് കൈമാറാനാ. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, നഷ്ടപ്പെട്ട ചിരി മടക്കി തരാൻ പോവാ, നഷ്ടപ്പെട്ട ആനന്ദം മടക്കി തരാൻ പോവാ. രക്തം ജയമെടുക്കുന്നു. താങ്ക് യു പ്രഷ്യസ് ഹോളി സ്പിരിറ്റ്, താങ്ക് യു പ്രഷ്യസ് ഹോളി സ്പിരിറ്റ്. ഇറ്റ് ഈസ് യുവർ ടൈം ഓ ലോർഡ്, ഇറ്റ് ഈസ് യുവർ ടൈം ഓ ലോർഡ്. ഓ രബാലകേ ആന്ത ചാലഗടക സിയാലഗടക സിയാദര ബൗഡ. ഓഹോ ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര തിക്കായി നിൽക്കുന്ന ഇരുളിനെ മാറ്റാൻ അഭിഷേകത്തിന് കഴിയൂ. എത്ര തിക്കായി നിൽക്കുന്ന വിഷയത്തെ മാറ്റാൻ ദൈവ കൃപയ്ക്ക് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിരിക്കാൻ മറന്നുപോയവരുണ്ട്, ചിരിക്കുന്നത് എങ്ങനെയാന്ന് പോലും അറിയാത്തവരുണ്ട്. അതെന്താ ദൈവദാസനെ അങ്ങനെ പറഞ്ഞേ? വർഷങ്ങളായിട്ടുള്ള പരിവരുത്ത ജീവിതാനുഭവങ്ങൾ എന്നേക്കുമായി അവരുടെ ജീവിതത്തിൽ സന്തോഷത്തെ കെട്ടിയടച്ചു. എന്നാൽ ഈ നിമിഷങ്ങളിൽ പരിശുദ്ധമെന്ന് പറയുക, നിനക്ക് നഷ്ടപ്പെട്ട സന്തോഷത്തെ, നഷ്ടപ്പെട്ട ആനന്ദത്തെ, നഷ്ടപ്പെട്ട കുടുംബജീവിതത്തിന്റെ ഭദ്രതയെ എന്റെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ മടക്കി തരാൻ പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം എത്ര 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 എന്ന് പറഞ്ഞാലും ബെഥാന്യയിലോട്ട് വരുമ്പോ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് മാർത്ത, മറിയ,
ലാസറ. എൻ്റെ പേരിനോട് ചേർത്ത് വാര്യാപുരമെന്ന് ഞാൻ ജനിച്ച സ്ഥലം ഇടാൻ കാരണം എൻ്റെ കുടുംബ പേരതായിട്ടല്ല. പിന്നെയോ അവിടെ ഒരു ദൈവഭക്തനുണ്ടായിരുന്നു. വാര്യാപുരമെന്ന് കേൾക്കുമ്പോൾ ദൈവദാസന്മാരുടെ ഉള്ളിലേക്ക് വരുന്നത് വാര്യാപുര യോനാച്ചാൻ്റെ പേരാ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഇന്ന് ഞാൻ ശുശ്രൂഷിക്കുന്ന മുണ്ടിയപ്പള്ളി എന്ന് കേൾക്കുമ്പോൾ മുണ്ടിയപ്പള്ളി ചാക്കോച്ചാൻ്റെ പേര് വരും. ഞാൻ എന്തിനാ ഇത് പറയുന്നത്? ഒരു ദൂതിലേക്ക് വരിക. നിന്നെ തകർക്കുമെന്നും നീ പറിച്ചെറിയപ്പെടുമെന്ന് പറഞ്ഞ ദേശം നമ്മുടെ പേരിൽ അറിയണം, നമ്മുടെ പേരിൽ അറിയണം, നമ്മുടെ പേരിൽ അറിയണം. അങ്ങനൊരു സീസണെ ദൈവത്തിന് തിരിക്കാൻ കഴിയും, അങ്ങനൊരു കാലത്തെ ദൈവത്തിന് തിരിക്കാൻ കഴിയും. ഇവിടെ ഇങ്ങനെ കസറയിലിരുന്ന് പ്രിയ കർത്തൃദാസന്റെ സന്ദേശം ഇങ്ങനെ കേട്ടപ്പോൾ ദൈവം എന്നോട് വീണ്ടും ഒരു ദൂതടപെട്ടു. അതിങ്ങനെ ദൈവം എന്നോട് പറഞ്ഞു, വിഷയത്തിന് നടുവിലാ ഞാനെന്ന് നീ പറയല്ലേ. വിഷയം എൻ്റെ നടുവിലാന്ന് പറയണം. ഞാൻ ചോദിച്ചു, കർത്താവേ അതെങ്ങനെ ഞാൻ പറയും? അപ്പം ദൈവം എന്നോട് ഉള്ളിലോട്ട് വന്നു ഇട്ടെന്ന് പറഞ്ഞ രണ്ട് വ്യക്തികളെ എനിക്കൊന്ന് തൊട്ടു തരാൻ ഇടയായി തീർന്നു. ഒന്ന് ഏലിശയ, രണ്ട് ഗേഗസിയ. ഗേഗസി പറഞ്ഞു, ആരാമ്യ സൈന്യത്തിന്റെ നടുവിലാ നമ്മള്. പക്ഷേ ഏലിശ പറഞ്ഞു, ദൈവത്തിന്റെ സേനയുടെ നടുവിലാ ആരാമ്യ സൈന്യം. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നു? എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നു? നീ വിഷയങ്ങളുടെ നടുവിലല്ല, വിഷയം നിന്റെ നടുവിലാ. അഭിഷക്തനെ, ഓ കുഞ്ഞേ, മാതാവേ, പിതാവേ, ഇന്നു പകല് ഈ സന്ദേശം ദൈവം എന്റെ ഉള്ളിൽ തന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് എന്റെ കേൾവിക്കാരായ ദൈവമക്കൾക്ക് കൈമാറുന്ന ദൂത. ഓ റാബ ശദന കസദന. കുറെ സമയം എനിക്ക് ആ ഉള്ളിലെ ആശയം അങ്ങോട്ട് സ്വീകരിക്കാൻ ഒക്കുന്നില്ല. പരിശുദ്ധാത്മാവ് പക്ഷേ ഈ രണ്ട് വ്യക്തികളെ അങ്ങോട്ട് തന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ദൂതിന്റെ ആഴം എന്താന്ന്. ഇന്ന് തൊട്ട് നീ പറയണം, ഞാൻ വിഷയങ്ങളുടെ നടുവിലല്ല, വിഷയങ്ങൾ എൻ്റെ നടുക്ക. ഞാൻ ശത്രുക്കളുടെ നടുക്കല്ല, ശത്രുക്കൾ എൻ്റെ നടുക്ക. ഓ, ഞാൻ പ്രതിസന്ധിയുടെ നടുക്കല്ല, പ്രതിസന്ധി എൻ്റെ നടുക്ക. എൻ്റെ ചുറ്റും ഒരു സേനയുണ്ട്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എന്റെ ചുറ്റുമുള്ള സേന ആരാമ്യ സേനയല്ല, ദൈവത്തിന്റെ ദൂതന്മാരുടെ സേനയാ. ഓ കുടുംബത്തിനകത്തുനിന്ന് ചില കെട്ടുകൾ അഴിയത്തില്ലെന്ന് പറഞ്ഞ് കെട്ടിയ ആഭിചാരത്തിന്റെയും മന്ത്രത്തിന്റെയും കൂടത്രത്തിന്റെയും ശുദ്രത്തിന്റെയും പ്രാപിച്ചോ. ഈ വചന വെളിപ്പാട് നിങ്ങളുടെ അകത്തായിട്ട് കത്തുമ്പോ നിങ്ങളുടെ ഭവനത്തിനകത്ത്, ഓ ദൈവമക്കളുടെ ഭവനത്തിനകത്ത് Ataka sandara kara kasia dahla. Udaba shandara kala siha. Oh, Rika satara. Thank you, precious Holy Spirit. Thank you, precious Holy Spirit. Oh, Kartave, Ninda Sanitya Nandi Varayino. Nidi Abhishekatine Nandi Varayino. Nida Shaktika Nandi Varaya. Oh, Shudalaba Hambara Kashakara dia. Adanaga Siandara Diatara. Hallelujah. പറിച്ചെറിയപ്പെടുമെന്ന് പറഞ്ഞെടുത്ത് തന്നെ, തകരപ്പെടുമെന്ന് പറഞ്ഞെടുത്ത് തന്നെ. മുച്ചൂടം മുടിക്കാൻ ആരാമ്യ സൈന്യം വന്നത് എന്തിനാ? അഭിഷക്തനെ പറിച്ചോണ്ടുപോവാൻ, അഭിഷക്തനെ തകർത്തോണ്ടുപോവാൻ. കാരണം അവൻ ഒരു വീട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം ശത്രുവിന്റെ ഒരു പദ്ധതിയും ആ ദൂതി കർത്താവ് എന്നെ ഒന്ന് നിർത്തുന്നുണ്ട് കേട്ടോ. ആ ദൂതി ദൈവം എന്നെ ഒന്ന് നിർത്തുന്നുണ്ട് കേട്ടോ. വീണ്ടും അതിനകത്ത് നിന്ന് ചില ദൂത് പറയാൻ ദൈവം എന്നോട് പറയുക. ദൈവമക്കളെ, ഏലിശ നിന്നതുകൊണ്ട് വീടിനല്ല അനുഗ്രഹം, അവന്റെ രാജ്യത്തിന് അനുഗ്രഹം. എത്ര പേർക്ക് മനസ്സിലാകുന്നു? എന്റെ കുടുംബത്തിന്റെ കെട്ടഴിയുമോ എന്ന് നീ ചിന്തിക്കുമ്പോ നിന്റെ ദേശത്തിന്റെ കെട്ടറക്കത്തക്ക രീതിയിൽ ഒരാത്മമേഖലയെ തുറന്നു തരാൻ എന്റെ കുഞ്ഞിന്റെ ഭാവി ഒന്ന് അറിഞ്ഞാൽ മതി. ഓ ദൈവമക്കളെ, പഴയ നിയമത്തിലാണെങ്കിലും നിങ്ങൾ അതൊന്നും ഇന്നൊന്ന് മനസ്സിലാക്കിക്കേ.
പുതിയ നിയമത്തിൽ അതിനെക്കാട്ടി ആഴമാ അഭിഷേകത്തിന്. പക്ഷെ പഴയ നിയമത്തിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കിയേ, ശത്രു രാജാവ്, ആരാമ്യ സൈന്യം, എല്ലാ ഫെസിലിറ്റിയും, പക്ഷേ ഒരഭിഷേകത്തിനെ ഭയപ്പെടുക. അപ്പൊ അഭിഷേകത്തിന് വിലയുണ്ടോ? ദൈവകൃപയ്ക്ക് വിലയുണ്ടോ? ദൈവ സാന്നിധ്യത്തിന് വിലയുണ്ടോ? ഞാൻ പറയട്ടെ, ഈ ലോകത്തെക്കാട്ടി വിലയാ നമ്മൾ വഹിക്കുന്ന ദൈവ സാന്നിധ്യത്തിന്. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാ 30 വെള്ളിക്കാശിന് അരിമനാഥനെ യൂദ ഒറ്റിക്കൊടുത്തത്. ഇച്ചിരി പണം കാണുമ്പോ അഭിഷേകം നഷ്ടമാക്കുന്നവരുണ്ട്. കണ്ണിന് ഇമ്പമായത് കാണുമ്പോ അഭിഷേകത്തെ കളഞ്ഞു പോകുന്നവരുണ്ട്. എന്തെങ്കിലും തരാമെന്ന് പറയുമ്പോ ദൈവകൃപയെ വേണ്ടാന്ന് വെക്കുന്നവരുണ്ട്. എന്നാൽ ഇന്നു പകല് എനിക്ക് ലോകം മുഴുവൻ തരാമെന്ന് പറഞ്ഞാലോ തന്റെ ഇടമുള്ള ദൈവമക്കൾ പറയണം, എനിക്ക് കർത്താവില്ലെങ്കിൽ, എനിക്ക് ദൈവ സാന്നിധ്യമില്ലെങ്കിലോ 3.5 വർഷം നടന്നിട്ടും അവന് ദൈവത്തിന്റെ വില മനസ്സിലായില്ല. അതാ ഇന്നു പകൽ എൻ്റെ ദൂതിൻ്റെ ക്രീം എന്ന് പറയുന്നത്, എൻ്റെ ദൂതിൻ്റെ കാമ്പെന്ന് പറയുന്നത് അതാ. ആദ്യം മാർത്ത വന്ന് പറഞ്ഞു, നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യത്തില്ല എൻ്റെ സഹോദരൻ. എന്നാൽ മാർത്ത വന്നപ്പോഴൊന്നും മറിയ വന്നില്ല. എന്നെ വളരെ തൊട്ട ഒരു ദൂതുണ്ട്. ഇന്നലകളിൽ യേശു വരുമ്പോ കാൽക്കൽ ആര് വന്നിരിക്കും? മറിയ. യേശു വിളിക്കാതെ തന്നെ വന്നിരിക്കും. പക്ഷെ ഇന്ന് അവക്ക് വരാൻ ഒക്കുന്നില്ല, കാരണം അത്ര വേദന അവിടെ അകത്ത്. പക്ഷേ യേശു മാർത്തയോട് പറയാ, അവളെ വിളിക്ക. ഇന്നലെ വിളിക്കാതെ അവള് പ്രസൻസിൽ ഇരുന്നത്, പക്ഷെ ഇന്ന് അവക്ക് അടുത്ത് വരാൻ കഴിയാത്ത വിഷയങ്ങൾ അവളെ അഭിമുഖീകരിക്കുക. അത് അരിമനാഥൻ അറിഞ്ഞായിരുന്നു. എത്ര പേർക്ക് മനസ്സിലാകുന്നു? നീ കാൽക്കൽ ഇരുന്നാൽ ഇന്നിന്റെ ദിവസങ്ങളിൽ നിനക്ക് കടന്നു വരാൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ നിന്നെ വിളിക്കാൻ സർവശക്തിയുള്ള ഒരു ദൈവം, നമ്മളെ വിളിക്കാൻ സർവശക്തിയുള്ള ഒരു ദൈവം. ഷാബാല കാസാന്തര കടാദിയാല അഡമാന ശംദര ദീരിക സതേരിയാല ഉഡാബാബ ശംദരാധര ഹട്ടലാദിയ. കാൽക്കൽ ഇരുന്നവൾക്ക് ഇന്ന് ആ സാന്നിധ്യത്തിലോട്ട് അടുത്തു വരാൻ കഴിയുന്നില്ല. കാരണം അത്രയും വീർപ്പുമുട്ടുന്ന വേദനയ്ക്കകത്താ അവൾ ഇരിക്കുന്നത്. പക്ഷേ വെളിയിൽ വന്ന യേശു പറയുക, അവളെ വിളിച്ചാട്ടെ. എനിക്ക് നിന്നെ കാണുന്നതിനെക്കാട്ടില് എൻ്റെ കാൽക്കലിരുന്ന എൻ്റെ മകളെ കാണണം. ഉപസിക്കുന്നത് വെറുതെയല്ല കേട്ടോ, പ്രാർത്ഥിക്കുന്നത് വെറുതെയല്ല കേട്ടോ, കണ്ണുനീരൊഴിക്കുന്നത് വെറുതെയല്ല കേട്ടോ. നമ്മൾ മറന്നാലോ മറക്കാത്തൊരു ദൈവമുണ്ട്. ദൈവമക്കളെ, എപ്പോഴും ആത്മീയത്തിൻ്റെ ആ എക്സ്റ്റസി നിൽക്കത്തില്ല. ഈ വചനം പറഞ്ഞ് ബലപ്പെടുത്തുന്ന ഞാനും ജീവിതത്തിൻ്റെ പരിപരുത്ത അനുഭവങ്ങളിൽ മനുഷ്യനല്ലേ ചുരുണ്ടുപോകും. നേരെ നിന്ന് കൊട്ടാരത്തിനകത്ത് ഞാൻ സേവിക്കുന്ന യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യത്തില്ലെന്ന് പറഞ്ഞ് ആകാശത്തെയും ഭൂമിയെയും കെട്ടിയവൻ ഇതാ ഒരു സ്ത്രീയുടെ മുമ്പേ ഒരു ചൂരച്ചെടിത്തണലിൽ ചുരുണ്ടുപോയി. എന്നിട്ടൊരു പ്രാർത്ഥന, മതി കർത്താവേ, മതി യഹോവേ. പക്ഷേ അവന്റെ പ്രാർത്ഥനയല്ല ദൈവം കേട്ടത്, അവന്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഒരു ദൂതനെ ദൈവം അയച്ചു. ചിലപ്പം പിറുപിറുത്തു പോകാൻ കേട്ടോ, ചിലപ്പം ചുരുണ്ടു പോകാൻ കേട്ടോ, ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ശൈലികൾ മാറിയെന്ന് വരാം. പക്ഷേ പരിശുദ്ധാത്മാവ് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുകയല്ല ചെയ്യുന്നത്, പിന്നെയോ നിന്നെ തട്ടി എഴുന്നേൽപ്പിക്കുക അവന്റെ ദൂതനെ. ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ, ഞാൻ ഈ പുൾപിറ്റിൽ നിൽക്കുമ്പോൾ തന്നെ ഒരാത്മതലം എൻ്റെ മേൽ ഓപ്പണായി നിൽപ്പുണ്ട്. ഞാൻ ആത്മക്കണ്ണി കാണുന്നുണ്ട്. ചിലരെ തട്ടി എഴുന്നേൽപ്പിക്കുക അവന്റെ ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. ഇന്നലകളിൽ കത്തി നിന്നവർ
ഇന്നലകളിൽ ശോഭയോടെ നിന്നവർ, ഇന്നലകളിൽ അനേകരെ ഉറപ്പിച്ചവർ ഇന്ന് ചിലയിടത്തൊക്കെ ചുരുണ്ടുപോയി. എന്നാൽ യുവസപ്രാർത്ഥനയിൽ ചില ചുരുളുകൾ നിവരാൻ പോവാ, ചില ചുരുളുകൾ നിവരാൻ പോവാ. ദൈവം നിവരെ നിർത്തുന്ന ഒരു സീസണാ, ദൈവം നിവരെ നിർത്തുന്ന ഒരു സീസണാ. നിന്റെ സാമ്പത്തിക മണ്ഡലം ചുരുണ്ടുപോയെങ്കിൽ, നിന്റെ ആരോഗ്യ മണ്ഡലം ചുരുണ്ടുപോയെങ്കിൽ, നിന്റെ മാനസിക മേഖല ചുരുണ്ടുപോയെങ്കിൽ, നിന്റെ ആത്മീക ചുരുണ്ടുപോയെങ്കിൽ, ഇവിടെ ഈ സഹോദരൻ നഷ്ടപ്പെട്ടപ്പോ മറിയയുടെ ഉള്ളിലേക്കും മാർത്തയുടെ ഉള്ളിലേക്കും വന്ന ചിന്ത എന്താണെന്നറിയാമോ? യേശു ഉണ്ടായിരുന്നെങ്കിൽ ഇതെന്ത് ചെയ്യത്തില്ല, സംഭവിക്കത്തില്ല. ഒരു ജീവിതത്തിൽ ഒരു വിഷയം വരുമ്പോ രണ്ട് അനുഭവത്തിലാണ് ദൈവമക്കൾ ചിന്തിക്കുന്നത്. കർത്താവേ, ഞാൻ നിന്റെ വഴി വിട്ടു മാറിയോ? രണ്ട്, ദൈവകൃപയ്ക്കകത്ത് നിൽക്കുന്ന ദൈവമക്കൾ പറയും, സംഭവിച്ചത് എന്തിനാ? നന്മയ്ക്കാ. ഈ യുവസപ്രാർത്ഥനയിലിരിക്കുന്ന ദൈവമക്കൾ സന്ദേശത്തിന്റെ പ്രധാന ഭാഗത്തേക്ക് വരും. അഭിഷക്തന്മാരെ, ജീവിതത്തിൽ ഒരു വിഷയം വരുമ്പോ കുറ്റബോധമുണ്ടാകുന്ന ഒരു ഹൃദയം ഉണ്ടാകരുത്. ആദ്യത്തെ സ്തോത്രം വരത്തില്ല കേട്ടോ, ആദ്യത്തെ അന്യഭാഷ വരത്തില്ല, ആദ്യത്തെ ആരാധന വരത്തില്ല. നിന്നെ വിട്ടു മാറിയിട്ടാണോ എനിക്കിങ്ങനെ ഉണ്ടായത്? പരിശുദ്ധാത്മാവ് കഴിഞ്ഞ പ്രാർത്ഥന റൂമിൽ എന്നോട് ഈ ദൂതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു തിരിച്ചറിവ് വന്നു. ആത്മീയ ഗോളം രണ്ടു മേഖലയിലാണ് പോകുന്നത്. ഒന്ന്, യോസഫിനെ മറിയെ പോലെ. യോസഫ് ചിന്തിച്ചു മറിയയുടെ കൂടെ ആര് കാണും? യേശു കാണും. മറിയ ചിന്തിച്ചു ആരുടെ കൂടെ കാണും? യോസഫിൻ്റെ കൂടെ കാണും. പക്ഷെ 1-2 ദിവസം കഴിഞ്ഞപ്പോഴേ അവർക്ക് മനസ്സിലായേ, ഞങ്ങളുടെ കൂടെ ആരില്ല, ഞങ്ങളുടെ കൂടെ ആരില്ല, യേശുവില്ല. യേശുവില്ലാതെ ഒരു ക്രിസ്ത്യ ജീവിതം സാധ്യമല്ല. സ്തോത്രം പറയാം, സ്തുതി പറയാം, ഓർമ്മകളിൽ നിന്ന് അന്യഭാഷ പറയാം. പക്ഷേ ഇന്നു പകൽ നമ്മളെ തന്നെ ഒന്ന് കാണണം. എൻ്റെ കൂടെ കർത്താവുണ്ടോ? എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ പൗലോസിനാൽ ദൈവാത്മാവ് ഇങ്ങനെ എഴുതി വെച്ചു, പിശാചിന് എന്ത് ചെയ്യരുത്? ഇടം കൊടുക്കരുത്. പിശാചിന് എന്ത് ചെയ്യരുത്? ഇടം കൊടുക്കരുത്. അവൻ ഇടം കൊടുത്താൽ അവനിരിക്കും, അവനിരിക്കും, അവൻ വന്നു പൊയ്ക്കോട്ടെ. പക്ഷെ അവന് നമ്മൾ ഇടം കൊടുക്കരുത്. പിന്നെ നമ്മൾ ആർക്കിടം കൊടുക്കണം? നമ്മുടെ അരുമനാഥൻ ഇടം. നഷ്ടപ്പെട്ട അഭിഷേകത്തിലേക്ക്, നഷ്ടപ്പെട്ട ആത്മബന്ധത്തിലേക്ക്, നഷ്ടപ്പെട്ട ദൈവകൃപയിലേക്ക് ഒരു തലമുറ മടങ്ങി വരണം, ഒരു കൂട്ടം മടങ്ങി വരണം. അനുകരണങ്ങളും അഭിനയങ്ങളും തകർത്താടുന്ന അനുഭവങ്ങളിൽ അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവിനെ കൂടെ നിർത്തുന്ന ഒരു തലമുറ എഴുന്നേക്കണം. ബുദ്ധിയിലും ജ്ഞാനത്തിലും അറിവിലും തങ്ങളുടെ ലഭിച്ച ചില സ്കിൽസിലും ആത്മീയഗോളത്തെ അടക്കി വാഴാമെന്ന് ചിന്തിച്ച് ചിലര് മുന്നോട്ട് പോകുമ്പോ ഈ തലമുറയെ കർത്താവിനെ കൂടെ നിർത്തുന്ന ഒരു തലമുറ എഴുന്നേക്കണം. ബെഥാന്യയിലെ ആ കുടുംബത്തിന്റെ വിജയം എന്താ? അവിടെ ഒത്തിരി ഉന്നത കുടുംബക്കാരുണ്ടായിരുന്നു, ഒത്തിരി മിടുക്കന്മാരുണ്ടായിരുന്നു, ഒത്തിരി പ്രാഗൽഭ്യമുണ്ടായിരുന്നു. അവരുടെയൊക്കെ വീട്ടിൽ മരണമുണ്ടായിട്ടുണ്ട്. എന്നാൽ 4-ാം ദിവസം യേശു ചെന്നില്ല. എന്നാൽ ഈ കൊച്ചു ഭവനത്തിൽ യേശു ചെല്ലാൻ കാരണം എന്താ? ആ കുടുംബം ദൈവത്തിനു വേണ്ടി ഭവനം തുറന്ന ഭവനമാ. എല്ലാവർക്കും വേണ്ടി ദൈവം വരത്തില്ല, എല്ലാവർക്കും വേണ്ടി ദൈവ സാന്നിധ്യം വരത്തില്ല. ഇന്നു പകൽ ഇവിടെ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം എല്ലാവർക്കും വേണ്ടിയല്ല. അത് എക്സ്ക്ലൂസീവാ കേട്ടോ, അത് എക്സ്ക്ലൂസീവാ. ബെഥാന്യയിലെ എല്ലാ ഭവനങ്ങളിലേക്കും അല്ല. 4 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അരുമനാഥൻ ചെന്നത് പിന്നെയോ ഒറ്റ ഭവനത്തിലേക്കാ, ഒറ്റ ഭവനത്തിലേക്കാ. അഭിഷക്തന്മാരെ, അല്പം വൈകിയാലോ നമ്മുടെ ജീവിതത്തിൽ ദൈവം വരണം, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടണം, അവന്റെ ശക്തി വെളിപ്പെടണം.
നമ്മുടെ ആ സന്ദേശത്തിന്റെ പീക്ക് ടൈമിലാ. നിങ്ങളുടെ ആരുടെ ശ്രദ്ധ നഷ്ടപ്പെടരുത്. ഒരു അസാധാരണ ആത്മമണ്ഡലം ഇറങ്ങി നിൽക്കുന്ന നിമിഷങ്ങളാ. എബിപ്പാസ്റ്റർക്കോ ഇവിടെ ആയിരിക്കുന്ന ദൈവദാസന്മാർക്കോ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ ഇറങ്ങി നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിന് ഈ പോയിന്റ് വരെ നിങ്ങളെ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന് മറുപടി തരാൻ കഴിയും. നീ ഉണ്ടായിരുന്നെങ്കിലും നല്ല, എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്. എത്ര പേർക്ക് പറയാൻ കഴിയോ? എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും പിശാച് വരുത്തുന്നതല്ല. എൻ്റെ ദൈവം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അതരം തുറന്നു പറ, സകലതും 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 നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നതാ. നിന്റെ ജീവിതത്തിൽ ഇന്നുണ്ടായി തകർച്ച, നിന്റെ ജീവിതാനുഭവങ്ങളിൽ ഇന്നുണ്ടായി വിഷമം, അത് ദോഷത്തിനല്ല, അത് നന്മയ്ക്കാ. എല്ലാവരുടെയും കണ്ണൊരു നിമിഷം ഒന്ന് അടയട്ടെ. എല്ലാവരും പൊന്നുമുഖത്തേക്കൊന്ന് നോക്കിയാട്ടെ. സന്ദേശം നിർത്തുവാന്ന് ചിന്തിക്കരുത്. ഒരു അസാധാരണ സാന്നിധ്യമുണ്ട്. കർത്താവിനോട് പറയുന്നു പ്രാർത്ഥിക്കാൻ. തുടർച്ചയായി ഉപവാസം നടക്കുന്നല്ലോ. ഞാൻ കേട്ടു കണ്ടു പോകാമെന്നല്ല, എനിക്കൊരു വിടുതൽ വേണം. എനിക്ക് ആ നഷ്ടപ്പെട്ട ആത്മബന്ധം മടങ്ങി വരണം. എനിക്ക് ആ നഷ്ടപ്പെട്ട ദൈവകൃപ മടങ്ങി വരണം. ലോകത്തിന്റെ സ്ഥാനങ്ങളല്ല, മാനങ്ങളല്ല, പദവികളല്ല, ഇന്നിന്റെ തിരക്കുകളല്ല. ഓഹോ, എനിക്ക് സന്തോഷം പകരുന്നത് പിന്നെയോ എൻ്റെ കൂടെ നിൽക്കുന്ന ദൈവ സാന്നിധ്യം. ദൈവമക്കൾ ഹൃദയം തുറന്നു പറ, കർത്താവേ, ലോകത്തെക്കാട്ടി ഞാൻ അങ്ങയുടെ സാന്നിധ്യത്തെ സ്നേഹിക്കുന്നു. ഓ സത്വരാദിയാല ദൈവ സാന്നിധ്യത്തെ വിട്ട് ലോകത്തിന്റെ പുറകെ ഓടുന്ന ഒരു തലമുറ. ഇന്നലകളിൽ ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ ശക്തിയും തിരിച്ചറിഞ്ഞവർ ഇന്നിന്റെ മുമ്പിൽ ശത്രു ഒരുക്കുന്ന 30 വെള്ളിക്കാശിൽ അരുമനാഥനെ തള്ളിപ്പറഞ്ഞോടുന്ന ഒരു തലമുറ. എന്നാൽ അതിന്റെ നടുവില് ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരു യോഹന്നാനാകാൻ, ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരു യോഹന്നാനാകാൻ. തള്ളിപ്പറഞ്ഞ യൂദയെ പ്രസംഗിക്കാനല്ല ദൈവം അഭിഷേകം ചെയ്ത് എന്നെ നിർത്തിയത്. പിന്നെയോ ക്രൂശിന്റെ ചവിട്ടി നിൽക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ യോഹന്നാനെ പറയാനാ. നിന്റെ നാവ് ചലിക്കേണ്ടത് യൂദയെ കുറിച്ച് പറയാനല്ല. നമ്മുടെ നാവ് ചലിക്കേണ്ടത് യൂദയെ പൊക്കാനല്ല, യൂദയുടെ സംഭവം പറയാനല്ല. ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന യോഹന്നാനെ വെളിപ്പെടുത്താൻ അങ്ങനെ ഒരു തലമുറ എഴുന്നേക്കട്ടെ. അങ്ങനെയുള്ള അഭിഷക്തന്മാർ എഴുന്നേക്കട്ടെ. അങ്ങനെയുള്ള ദൈവജന യുവാസത്തിൽ എഴുന്നേക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഈ ജനത്തിനായി, ഈ അഭിഷക്ത വൃന്ദത്തിനായി, ഈ കൂട്ടത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൻ എനിക്ക് കൈമാറിയ സന്ദേശമാണ് ഈ ജനത്തിന് മുമ്പിൽ ഞാൻ നൽകിയത്. അത് രോഗസൗഖ്യമായി വെളിപ്പെടട്ടെ, അത് ബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതലായി വെളിപ്പെടട്ടെ, അത് കടഭാരത്തിൽ നിന്നുള്ള വിമോചനമായി വെളിപ്പെടട്ടെ, അത് ആത്മിക ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ. നിന്റെ തലമുറ വഴിത്തലയ്ക്ക് നഷ്ടപ്പെടത്തില്ല കേട്ടോ. നിന്റെ ജീവിതം വീടിനകത്ത് നീറി ഒടുങ്ങത്തില്ല കേട്ടോ. നിന്റെ ഭാവി കല്ലറയ്ക്കകത്ത് നാറ്റമായി പോകത്തില്ല കേട്ടോ. ശത്രു എത്ര വലിയ അജണ്ട ഇട്ടാലോ, ശത്രു വലിയ എത്ര അജണ്ട ഇട്ട് ഒന്നിച്ചു പോരാടിയാലോ, തക്ക സമയത്ത് തക്ക സമയത്ത് തക്ക സമയത്ത് തൻ്റെ ജനത്തിനു വേണ്ടി, തൻ്റെ കുഞ്ഞിന് വേണ്ടി, തൻ്റെ കുടുംബത്തിന് വേണ്ടി, തൻ്റെ രാജ്യത്തിന് വേണ്ടിയോ ഭീതികൾ മാറിപ്പോകട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. വില കൊടുത്തിരിക്കുന്ന ഈ ജനത്തെ നീ ഓർക്കണമേ, വില കൊടുത്തിരിക്കുന്ന ഈ മക്കളെ നീ ഓർക്കണമേ.
തുടർന്നൊരു ഗാനം പാടി ഞങ്ങൾ ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ വചന ശുശ്രൂഷയിൽ വെളിപ്പെട്ടതിനെക്കാട്ടിൽ ആ മഹത്വം വെളിപ്പെട്ട് ദൈവജനത്തിന് മേലൊരു വിടുതലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഒന്നിച്ച് സഹായിച്ചതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.